different stages of design of vertical drop wire. Design of vertical drop wire. Vertical drop wire ൻ്റെ പാർട്സുകൾ നമ്മൾ മുമ്പേ കഴിഞ്ഞ വീഡിയോസിൽ പഠിച്ചതാണ്. ഡിഫറെൻറ്റ് ക്ലാസിഫിക്കേഷൻ ഓഫ് വെയേഴ്സിൽ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ ആയിട്ട് പറഞ്ഞിട്ടുള്ളതായിരുന്നു വെർട്ടിക്കൽ ഡ്രോപ്പ് വെയർ. അപ്പോൾ വെർട്ടിക്കൽ ഡ്രോപ്പ് വെയറിൻ്റെ മെയിൻ കമ്പോണൻസ് ആണ് വെയർ വാൾ, അപ്സ്ട്രീം ആൻഡ് ഡൗൺ സ്ട്രീം പ്രൊട്ടക്ഷൻസ്, ഇംപെർവിയസ് ആപ്രൺ, ഇൻവേർട്ടഡ് ഫിൽട്ടർ ആൻഡ് ലോഞ്ചിങ് ആപ്രൺസ് ആൻഡ് ക്രസ്റ്റ് ഷട്ടർ. അപ്പോൾ ഇത്രയും കമ്പോണൻസൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഡിസൈൻസ് ആണ് ഈ ഒരു സെക്ഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് ഡിഫറെൻറ്റ് ടോപ്പ് വിഡ്ത്ത് ഓഫ് വെർട്ടിക്കൽ വാൾ, ബോട്ടം വിഡ്ത്ത് ഓഫ് വെർട്ടിക്കൽ വാൾ, ഹൈറ്റ് ഓഫ് വെർട്ടിക്കൽ വാൾ, അതേപോലെ ലെങ്ത് ഓഫ് അപ്സ്ട്രീം ആൻഡ് ഡൗൺ സ്ട്രീം പൈൽസ് ആൻഡ് ആപ്രൺസിൻ്റെ ലെങ്ത്ത്, ലോഞ്ചിങ് ആപ്രണിൻ്റെയും ഇൻവേർട്ടഡ് ഫിൽറ്ററിൻ്റെയൊക്കെ ഡിസൈൻസ്, അതേപോലെ വാട്ടർ ലെവൽ, ഹൈ ഫ്ലഡ് ലെവൽ, ഡൗൺ സ്ട്രീം ഹൈ ഫ്ലഡ് ലെവൽ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. The complete design of vertical drop wire consists of the design calculations for the following. അപ്പോൾ വെർട്ടിക്കൽ ഡ്രോപ്പ് വെയറിൻ്റെ ഡിസൈൻസിൽ 4 സ്റ്റേജസുകളുണ്ട്. ഫസ്റ്റ് വൺ, ഹൈഡ്രോളിക് കാൽക്കുലേഷൻസ് ഫോർ ഫിക്സിംഗ് വേരിയസ് എലിവേഷൻസ്. ഡിഫറെൻറ്റ് എലിവേഷൻസ് കാൽക്കുലേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് എലിവേഷൻസ് കണ്ടുപിടിക്കുക. എലിവേഷൻസ് എന്ന് പറയുന്ന സമയത്ത് വാട്ടർ ലെവൽ, അതേപോലെ ക്രസ്റ്റ് ലെവൽ എവിടെയാണ്, ബെഡ് ലെവൽ എവിടെയാണ്, പൈലിൻ്റെയൊക്കെ ബോട്ടം ലെവൽ എവിടെയാണ്, അങ്ങനെ ഓരോന്നിൻ്റെയും ലെവൽസ്, ഹൈഡ്രോളിക് ലെവൽസ് കാൽക്കുലേറ്റ് ചെയ്യുക. അതിന് കുറച്ച് ഇക്വേഷൻസ് ഉണ്ട്, ആ ഇക്വേഷൻസ് ഒക്കെ വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുക. ദെൻ ഡിസൈൻ ഓഫ് വെയർ വാൾ ഡിസൈൻ ചെയ്യുക. വെയർ വാളിൻ്റെ ഹൈറ്റ്, ടോപ്പ് വിഡ്ത്ത്, ബോട്ടം വിഡ്ത്ത് ഒക്കെ ഡിസൈൻ ചെയ്യാം. ദെൻ ഡിസൈൻ ഓഫ് ഇംപെർവിയസ് ആപ്രൺസിൻ്റെ തിക്നെസ്, ലെങ്ത്ത് കാര്യങ്ങളൊക്കെ ഡിസൈൻ ചെയ്യാം. ഡിസൈൻ ഓഫ് ഇൻവേർട്ടഡ് ഫിൽറ്റർ ആൻഡ് ലോഞ്ചിങ് ആപ്രൺ. ഇൻവേർട്ടഡ് ഫിൽറ്ററും അപ്സ്ട്രീം സൈഡിലും ഡൗൺ സ്ട്രീം സൈഡിലും കൊടുക്കുന്ന ഇൻവേർട്ടഡ് ഫിൽറ്റർ, അതിൻ്റെ ഇൻവേർട്ടഡ് ഫിൽറ്ററും അതേപോലെ ലോഞ്ചിങ് ആപ്രൺസിനും ഡിസൈൻ ചെയ്യാം. ബിഫോർ സ്റ്റാർട്ടിംഗ് ദ ഡിസൈൻ കാൽക്കുലേഷൻസ് ദ ഫോളോയിങ് ഡാറ്റ മസ്റ്റ് ബി നോൺ. ഒരു ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ താഴെ പറഞ്ഞിരിക്കുന്ന ഡീറ്റെയിൽസ് അല്ലെങ്കിൽ വാല്യൂസ് നമുക്ക് വേണം. എന്നാൽ മാത്രമേ നമുക്ക് ഡിസൈൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതിൽ ഫസ്റ്റ് വണ്ണാണ് മാക്സിമം ഫ്ലഡ് ഡിസ്ചാർജ്. ആ റിവറിലുള്ള ഫ്ലഡ് ഡിസ്ചാർജ് വേണം. അതേപോലെ HFL ബിഫോർ കൺസ്ട്രക്ഷൻ ഓഫ് വെയർ, ഹൈ ഫ്ലഡ് ലെവൽ ബിഫോർ ദ കൺസ്ട്രക്ഷൻ ഓഫ് വെയർ ആൻഡ് ഡൗൺ സ്ട്രീം ബെഡ് ലെവൽ. ആൻഡ് FSL ഓഫ് കനാൽ ടേക്കിംഗ് ഓഫ് ഫ്രം ദ റിവറിന്ന് ഓഫ് ടേക്ക് ചെയ്യുന്ന കനാലിൻ്റെ ഫുൾ സപ്ലൈ ലെവൽ, അല്ലെങ്കിൽ ബ്രാഞ്ച് കനാലിൻ്റെ ഫുൾ സപ്ലൈ ലെവൽ. ആൻഡ് ലാസീസ് സീൽറ്റ് ഫാക്ടർ F. ലാസീസ് തിയറി വെച്ചിട്ടാണ് ഈ ഡിസൈൻസ് മൊത്തം വരുന്നത്. ലാസീസ് തിയറി നമുക്ക് സെക്കൻഡ് മോഡ്യൂളിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻസ് ഒക്കെയാണ് ഈ ഒരു ഡിസൈൻസിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും 5 ഡീറ്റെയിൽസ് തന്നാൽ മാത്രമേ നമുക്ക് ഡിസൈൻസ് ചെയ്യാൻ പറ്റുള്ളൂ. വെർട്ടിക്കൽ ഡ്രോപ്പ് വെയറിൻ്റെ ഡിസൈനിൽ ഈ ഒരു ഫിഗർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതൊരു വെർട്ടിക്കൽ ഡ്രോപ്പ് വെയറിൻ്റെ സ്കീമാറ്റിക് ഡയഗ്രാമാണ്. അപ്പോൾ അതിൽ എല്ലാ പാർട്സുകളും മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓരോന്നിനും യൂസ് ചെയ്യുന്ന ലെറ്റേഴ്സ്, നൊട്ടേഷൻസ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഹിയർ ദ ടോപ്പ് വിഡ്ത്ത് ഓഫ് വെയർ വാൾ ഈസ് മാർക്ക്ഡ് ആസ് സ്മോൾ a ആൻഡ് ബോട്ടം വിഡ്ത്ത് ഈസ് മാർക്ക്ഡ് ആസ് സ്മോൾ b and the height of the wear wall is capital H and the height of the shutter is S, small s. അപ്പോൾ ടോട്ടൽ ഹൈറ്റ് എന്ന് പറയുന്നത് HS ആണ് ഡിനോട്ട് ചെയ്തിരിക്കുന്നത്, HS. Then small d is the height of the water above the crest of the wear. And here we can see the upstream high flood level and upstream total energy line. Upstream high flood level plus V square by 2G ആണ് upstream total energy line. ദെൻ അതേപോലെ ഡൗൺ സ്ട്രീം ഹൈ ഫ്ലഡ് ലെവൽ ഇവിടെ കാണിച്ചിട്ടുണ്ട്. അതേപോലെ ഡൗൺ സ്ട്രീം ടോട്ടൽ എനർജി ലൈൻ. അപ്പോൾ അപ്സ്ട്രീം ടോട്ടൽ എനർജി ലെവൽ മൈനസ് ഡൗൺ സ്ട്രീം ടോട്ടൽ എനർജി ലെവൽ എന്ന് പറയുന്നതാണ് അഫ്ലക്സ് എന്ന് പറയുന്നത്. അതല്ലെങ്കിൽ അപ്സ്ട്രീം HFL മൈനസ് ഡൗൺ സ്ട്രീം HFL ആണ് അഫ്ലക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ മറ്റ് പാർട്സുകൾ ഇവിടെ തന്നിട്ടുള്ളത് ലോഞ്ചിങ് ആപ്രൺസിൻ്റെ ലെങ്ത്തുകൾ തന്നിട്ടുണ്ട്. അതേപോലെ ഇംപെർവിയസ് ആപ്രൺസിൻ്റെ, അതായത് ഫൗണ്ടേഷൻ്റെ ലെങ്ത്ത് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ സൈഡ് അപ്സ്ട്രീം സൈഡിലുള്ള ലെങ്ത്ത് L2, ഡൗൺ സ്ട്രീം സൈഡിലുള്ള ലെങ്ത്ത് L1. ടോട്ടൽ ലെങ്ത്ത് ഓഫ് ആപ്രൺ എന്ന് പറയുന്നത് L2 + L1 + B ആയിരിക്കും. അതേപോലെ ഇംപെർവിയസ്
ഷീറ്റ് പൈൽസ് കൊടുത്തിട്ടുണ്ട്. അപ്സ്ട്രീം സൈഡിലുള്ള ഷീറ്റ് പൈലിൻ്റെ ഡെപ്ത്ത് D1 ആണ്. ഡൗൺ സ്ട്രീം സൈഡിലെ ഷീറ്റ് പൈൽ ഡെപ്ത്ത് D2 ആണ്. അതേപോലെ ബ്ലോക്ക് പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ ഇൻവേർട്ടഡ് ഫിൽറ്ററിൻ്റെ ഡെപ്ത്ത് സെയിം, ഇൻവെർട്ടർ ഫിൽറ്ററിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് സെയിം D1 തന്നെയാണ് ഡിസൈനിൽ കൊടുത്തിരിക്കുന്നത്. അതേപോലെ ലോഞ്ചിങ് ആപ്രണിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 2D1 ആണ്. ഡൗൺ സ്ട്രീം സൈഡിൽ നോക്കുകയാണെങ്കിൽ ഇൻവെർട്ടർ ഫിൽറ്ററിൻ്റെ ലെങ്ത് 1.5 D2 ആണ്. അതായത് D2 എന്ന് പറയുന്ന നേരം ഡൗൺ സ്ട്രീമിലുള്ള ഷീറ്റ് പൈലിൻ്റെ ഡെപ്ത്ത് അതേ ഇൻറ്റു 1.5 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇൻവെർട്ടഡ് ഫിൽറ്ററിൻ്റെ ലെങ്ത് കിട്ടും. അതേപോലെ 2.5 ഇൻറ്റു D2 ചെയ്താൽ ലോഞ്ചിങ് ആപ്രണിൻ്റെ ലെങ്ത് കിട്ടും. അങ്ങനെ എല്ലാം സംഭവങ്ങളും മാർക്ക് ചെയ്തിട്ടുണ്ട്. ഹിയർ R ഇസ് സ്കോർ ഡെപ്ത് ആണ്, എത്രത്തോളം സ്കോർ ഡെപ്ത് ഉണ്ട്. അപ്പോൾ അപ്സ്ട്രീം HFL മുതൽ ഇതുവരെയുള്ള ഏറ്റവും ഷീറ്റ് പൈലിൻ്റെ ഏറ്റവും താഴത്തെ ലെവൽ വരെ 1.5 R ഉണ്ടാവും. 1.5 ഇൻറ്റു സ്കോർ ഡെപ്ത്. ആൻഡ് ഓൾസോ ഹിയർ K ഈസ് എനർജി ഹെഡ് എബവ് ദ ക്രസ്റ്റ് ഓഫ് ദ വെയർ. അപ്പോൾ 1-2 ഡീറ്റെയിൽസ് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി നമുക്ക് ഈ ഫിഗേഴ്സ് വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ വെർട്ടിക്കൽ ഡ്രോപ്പ് വെയറിൻ്റെ ഡിസൈനിൽ ഈ ഒരു ഫിഗർ നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. അപ്പോൾ ഇത് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഹാഫ് പോർഷൻ ഡിസൈൻസ് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ആദ്യത്തെ 1-2 കാൽക്കുലേഷൻസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കിയെല്ലാം ഇൻ്റർ റിലേറ്റഡ് ആണ്, അതിൻ്റെ വാല്യൂവിന് റിലേറ്റഡ് ആണ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നിങ്ങൾ ഷീറ്റ് പൈൽ D1 കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ആ സെയിം ലെങ്ത് തന്നെ ആയിരിക്കും അപ്സ്ട്രീം പ്രൊട്ടക്ഷൻ, അതായത് ബ്ലോക്ക് പ്രൊട്ടക്ഷൻ്റെ ലെങ്ത്ത്, അത് ഇൻറ്റു 2 ആയിരിക്കും ലോഞ്ചിങ് ആപ്രണിൻ്റെ ലെങ്ത്ത്. അങ്ങനെ ഓരോന്നും നിങ്ങൾക്ക് അത് വെച്ച് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, നമുക്കിനി ഡിസൈനിലേക്ക് പോവാം. ഫസ്റ്റ് സ്റ്റെപ്പ് to find out the waterway. For vertical drop wear, length of waterway is given by L is equal to 4.75 into Q raised to 1/2 or 4.75 into root Q. Here L is the length of waterway in meters and Q is the discharge in Qmax or meter cube per second. Both units are same. 1 Qmax equal to 1 meter cube per second. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ വരുന്നത് ലാസീസ് ഇക്വേഷൻ തന്നെയാണ്. ലാസീസ് റിജൈം ഇക്വേഷനിൽ P വെറ്റഡ് പെരിമീറ്റർ P ഈസ് ഈക്വൽ ടു 4.75 ഇൻറ്റു റൂട്ട് Q എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ ഉണ്ട്. അപ്പോൾ ആക്ച്വലി ലെങ്ത് ഓഫ് വാട്ടർവേ L വരുന്നത് P to 1.2 P ആ ഒരു റേഞ്ചിലാണ് വരുന്നത്. അതായത് വെറ്റഡ് പെരിമീറ്റർ ലെങ്ത് ഈസ് ഈക്വൽ ടു വെറ്റഡ് പെരിമീറ്റർ ഓർ ലെങ്ത് ഈസ് ഈക്വൽ ടു 1.2 വെറ്റഡ് പെരിമീറ്റർ. അപ്പോൾ നമ്മൾ വെർട്ടിക്കൽ ഡ്രോപ്പ് വെയറിൽ നമ്മൾ L ഈസ് ഈക്വൽ ടു P എന്ന് തന്നെ എടുക്കുന്നത്. ലെങ്ത് ഓഫ് വാട്ടർവേ ഈസ് ഈക്വൽ ടു വെറ്റഡ് പെരിമീറ്റർ എന്ന് എടുത്തിട്ടാണ് ഈ ഇക്വേഷൻ ഫോം ചെയ്യുന്നത്. എനിവേ നിങ്ങൾ ഇക്വേഷൻ പഠിച്ചു വെക്കുക. L ഈസ് ഈക്വൽ ടു 4.75 ഇൻറ്റു റൂട്ട് Q. വാട്ടർവേ എന്ന് വെച്ചാൽ എന്താണ്? വെയറിൻ്റെ മുകളിൽ കൂടെ എത്രത്തോളം ലെങ്ത്തിൽ വാട്ടർ ഫ്ലോ ചെയ്യുന്നുണ്ട്, അതാണ് വാട്ടർവേ എന്ന് പറയുന്നത്. അപ്പോൾ L ഈസ് ഈക്വൽ ടു 4.75 ഇൻറ്റു റൂട്ട് Q. അപ്പോൾ L കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് ടു കാൽക്കുലേറ്റ് ദ ഡിസ്ചാർജ് പെർ യൂണിറ്റ് വിഡ്ത്ത്. അപ്പോൾ ടോട്ടൽ ഡിസ്ചാർജ് ക്യാപിറ്റൽ Q ആണെങ്കിൽ ഡിസ്ചാർജ് പെർ യൂണിറ്റ് വിഡ്ത്ത് സ്മോൾ Q ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ Q ഡിവൈഡ് ബൈ L. അപ്പോൾ ആദ്യത്തെ L കാൽക്കുലേറ്റ് ചെയ്യുന്നത് തെറ്റിക്കഴിഞ്ഞാൽ ബാക്കി വരുന്ന സ്റ്റെപ്പുകളെല്ലാം മിസ്റ്റേക്സ് വരും. അതുകൊണ്ട് ഫസ്റ്റ് സ്റ്റെപ്പ് ഓരോ സ്റ്റെപ്പും ക്ലിയർ ചെയ്ത് പോകണം. ആദ്യത്തെ സ്റ്റെപ്പ് തന്നെ മിസ്റ്റേക്സ് വന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ള വരുന്ന കാൽക്കുലേഷൻസ് എല്ലാം തെറ്റും. അപ്പോൾ സ്മോൾ Q ഡിസ്ചാർജ് പെർ യൂണിറ്റ് വിഡ്ത്ത് ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ Q ഡിവൈഡ് ബൈ L. Next, third step to calculate the score depth. R is equal to 1.35 into Q square by F all raised to 1/3. Here small Q is the discharge per unit width. Step 2 നമ്മൾ calculate ചെയ്ത small Q, and F is Lassie's silt factor that will be given in question, and score depth R is equal to 1.35 into Q square by F all raised to 1/3. Next, fourth step, velocity of flow. Velocity of flow and velocity head are calculated from the following expressions. Velocity is equal to small q divided by r. ഈ സ്കോർ ഡെപ്ത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്യാം. വെലോസിറ്റി ഈസ് q divided by r, that is q is discharge per unit width and r is score depth, and velocity head is v square by 2g. വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വെലോസിറ്റി ഹെഡ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ആ ഒരു ഫിഗറിൽ നമ്മൾ വെലോസിറ്റി ഹെഡ് കണ്ടതാണ്.
അപ്പോൾ ആ വെലോസിറ്റി ഹെഡ് കാൽക്കുലേറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ടോട്ടൽ എനർജി ലൈനൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പ് 5. വാട്ടർ ലെവൽസ് ആൻഡ് ടോട്ടൽ എനർജി ലെവൽസ് ആർ കാൽക്കുലേറ്റഡ് ആസ് ഫോളോസ്. Level of downstream total energy line, that is high flood level before construction plus v square by 2g. High flood level before construction should be given in question. ക്വസ്റ്റ്യനിൽ ആദ്യം തന്നെ നമുക്ക് ബിഫോർ കൺസ്ട്രക്ഷൻ ഹൈ ഫ്ലഡ് ലെവൽ കിട്ടണം. അപ്പോൾ അത് വെച്ചിട്ടാണ് നമുക്ക് ഡൗൺ സ്ട്രീം ടോട്ടൽ എനർജി ലെവൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ടോട്ടൽ എനർജി ലൈൻ, that is total energy level at downstream is equal to HFL before construction plus v square by 2g. വെലോസിറ്റി ഹെഡ് നമ്മൾ മുമ്പേ കാൽക്കുലേറ്റ് ചെയ്ത സ്റ്റെപ്പ് 4 കാൽക്കുലേറ്റ് ചെയ്ത വെലോസിറ്റി ഹെഡ് അതിനോട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഡൗൺ സ്ട്രീം ടോട്ടൽ എനർജി ലൈൻ കിട്ടും. ദെൻ ഫ്രം ഡൗൺ സ്ട്രീം ടോട്ടൽ എനർജി ലെവൽ പ്ലസ് അഫ്ലക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അപ്സ്ട്രീം ടോട്ടൽ എനർജി ലെവൽ കിട്ടും. അഫ്ലക്സ് ഓൾസോ വിൽ ബി ഗിവൺ ഇൻ ക്വസ്റ്റ്യൻ. ഡൗൺ സ്ട്രീം ടോട്ടൽ എനർജി ലെവൽ പ്ലസ് അഫ്ലക്സ് ഈസ് ഈക്വൽ ടു അപ്സ്ട്രീം ടോട്ടൽ എനർജി ലെവൽ. അപ്പോൾ നമുക്ക് ഈ ഫിഗറിൽ കാണാം അപ്സ്ട്രീം ടോട്ടൽ എനർജി ലെവൽ മൈനസ് അഫ്ലക്സ് ചെയ്ത് കഴിഞ്ഞാലാണ് ഡൗൺ സ്ട്രീം ടോട്ടൽ എനർജി ലെവൽ. അതല്ലെങ്കിൽ HFL അപ്സ്ട്രീം HFL മൈനസ് ഡൗൺ സ്ട്രീം HFL. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാൽ അഫ്ലക്സ് കിട്ടും. ബട്ട് HFL പ്ലസ് v സ്ക്വയർ ബൈ 2g ആണ് ടോട്ടൽ എനർജി ലെവൽ എന്ന് പറയുന്നത്. ഇവിടെയും അതേപോലെ HFL പ്ലസ് v സ്ക്വയർ ബൈ 2g സെയിം ക്വാണ്ടിറ്റി തന്നെയാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അപ്സ്ട്രീം TEL മൈനസ് അഫ്ലക്സ് ഈസ് ഈക്വൽ ടു ഡൗൺ സ്ട്രീം TEL എന്ന് പറയാം. ഓക്കെ, ഇപ്പോൾ അപ്സ്ട്രീം TEL ഈസ് ഈക്വൽ ടു ഡൗൺ സ്ട്രീം TEL പ്ലസ് അഫ്ലക്സ്. ദെൻ എലിവേഷൻ ഓഫ് അപ്സ്ട്രീം HFL. അപ്സ്ട്രീം HFL ഈസ് ഈക്വൽ ടു അപ്സ്ട്രീം TEL മൈനസ് v സ്ക്വയർ ബൈ 2g. സെയിം ക്വാണ്ടിറ്റി തന്നെയാണ് v സ്ക്വയർ ബൈ 2g ഇവിടെയും സെയിം തന്നെയാണ്. അപ്പോൾ അപ്സ്ട്രീം TEL മൈനസ് v സ്ക്വയർ ബൈ 2g ചെയ്ത് കഴിഞ്ഞാൽ അപ്സ്ട്രീം ഹൈ ഫ്ലഡ് ലെവൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് സ്റ്റെപ്പ് 6. ടോട്ടൽ എനർജി ഹെഡ് എബോവ് ദ വെയർ ക്രസ്റ്റ്. ക്യാപിറ്റൽ K നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാണ്. K ഈസ് ഈക്വൽ ടു Q ബൈ 1.7 ഓൾ റൈസ് ടു 2/3. ദെൻ ദ ക്രസ്റ്റ് ലെവൽ, വെയറിൻ്റെ ക്രസ്റ്റ് ലെവൽ, ആ ഒരു ലെവൽ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്സ്ട്രീം TEL മൈനസ് K നമ്മൾ കാണുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാം Kൻ്റെ വാല്യൂ ഇക്വേഷൻ യൂസ് ചെയ്തുകൊണ്ട് Kൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ വെയറിൻ്റെ ക്രസ്റ്റ് ഏത് ലെവലിൽ കൊടുക്കണമെന്ന് നമുക്ക് കിട്ടും. വെയറിൻ്റെ ക്രസ്റ്റ് ലെവൽ കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ വെയറിൻ്റെ ഹൈറ്റൊക്കെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അപ്സ്ട്രീം TEL കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് മൈനസ് K ഈസ് ഈക്വൽ ടു വെയർ ക്രസ്റ്റ് ലെവൽ. അപ്പോൾ K നമുക്ക് Q ബൈ 1.7 ഓൾ റൈസ് ടു 2/3 ഇക്വേഷൻ വെച്ച് കാൽക്കുലേറ്റ് ചെയ്യാം. ആൻഡ് ദെൻ ക്രസ്റ്റ് ലെവൽ ഈസ് ഈക്വൽ ടു അപ്സ്ട്രീം ടോട്ടൽ എനർജി ലെവൽ മൈനസ് K. നെക്സ്റ്റ് സ്റ്റെപ്പ് 7. അപ്പോൾ ഇതെല്ലാം ആദ്യത്തെ സ്റ്റേജസിൽ വരുന്നതാണ്. അതായത് ഹൈഡ്രോളിക് കാൽക്കുലേഷൻസ് ഫോർ ഫിക്സിങ് വേരിയസ് എലിവേഷൻസ്. ഡിഫറെൻറ്റ് എലിവേഷൻസ് ആണ് നമ്മൾ കാണുന്നത്. ഓരോന്നിൻ്റെയും ലെവൽ കണ്ടുപിടിക്കുകയാണ്. അപ്പോൾ അതിലുള്ള സെവൻത്ത് സ്റ്റെപ്പാണ് നെക്സ്റ്റ് ഉള്ളത്. പോണ്ട് ലെവൽ. പോണ്ട് ലെവൽ ഈസ് ഈക്വൽ ടു ലെവൽ ഓഫ് ടോപ്പ് ഓഫ് ഗേറ്റ്സ്. അതായത് ഈ ഷട്ടറിൻ്റെ ടോപ്പ് ലെവൽ, ആ ഒരു ലെവലിനെയാണ് നമ്മൾ പോണ്ട് ലെവൽ എന്ന് പറയുന്നത്. വെള്ളം സ്റ്റോർ ചെയ്ത് നിർത്തുന്ന ആ ഒരു ലെവലാണ് പോണ്ട് ലെവൽ എന്ന് പറയുന്നത്. പോണ്ട് ലെവൽ ഈസ് ഈക്വൽ ടു FSL ഓഫ് കനാൽ പ്ലസ് ഹെഡ് ലോസ് ത്രൂ റെഗുലേറ്റർ. അപ്പോൾ പോണ്ട് ലെവൽ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്തതെന്ന് വെച്ചാൽ FSL ഫുൾ സപ്ലൈ ലെവൽ ഓഫ് കനാൽ, ഓഫ് ടേക്കിംഗ് കനാലിൻ്റെ FSL പ്ലസ് ഹെഡ് ലോസ് ത്രൂ റെഗുലേറ്റർ. റെഗുലേറ്ററിലൂടെയുള്ള ഹെഡ് ലോസ് അത് വെച്ചിട്ടാണ് നമ്മൾ പോണ്ട് ലെവൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഹെഡ് ലോസ് ത്രൂ റെഗുലേറ്റർ മേ ബി ടേക്കൺ ആസ് 1/2 to 1. അപ്പോൾ ഹെഡ് ലോസ് ത്രൂ റെഗുലേറ്ററിലൂടെയുള്ള ഹെഡ് ലോസ് നമ്മൾ വാല്യൂ എടുക്കുന്നത് 0.5 to 1 വാല്യൂ ആണ്. FSL ഓഫ് കനാൽ ഓൾറെഡി വിൽ ബി ഗിവൺ ഇൻ ക്വസ്റ്റ്യൻ. FSL ഓഫ് കനാൽ നമുക്ക് തരേണ്ട വാല്യൂ ആണ്. നമ്മൾ ആദ്യം ഒരു 5 വാല്യൂസ് ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ അതിൽ തരേണ്ട വാല്യൂ ആണ് FSL ഓഫ് കനാൽ ടേക്കിംഗ് ഓഫ് ഫ്രം ദ റിവറിന്ന് ടേക്ക് ഓഫ് ചെയ്യുന്ന ചാനലിൻ്റെ അല്ലെങ്കിൽ കനാലിൻ്റെ ഫുൾ സപ്ലൈ ലെവൽ. അത് നമ്മൾ ഓൾറെഡി ഫിക്സ് ചെയ്യുന്ന വാല്യൂ ആണ്. ഇത്രയും ഫുൾ സപ്ലൈ ലെവൽ നമുക്ക് ഓഫ് ടേക്കിംഗ് കനാലിന് കിട്ടണം. അപ്പോൾ അതിനനുസരിച്ചാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ ഓൾറെഡി നമുക്ക് ഉള്ള വാല്യൂസാണ്, അറിയാവുന്ന വാല്യൂ ആണ് അല്ലെങ്കിൽ ഫിക്സ് ചെയ്യുന്ന വാല്യൂ ആണ് ഫുൾ സപ്ലൈ ലെവൽ ഓഫ് കനാൽ. From that, pond level is equal to full supply level of canal plus head loss through regulator. So
പോണ്ട് ലെവൽ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഹൈറ്റ് ഓഫ് ഷട്ടേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യാം. ഹൈറ്റ് ഓഫ് ഷട്ടേഴ്സ് ഈസ് ഈക്വൽ ടു ലെവൽ ഓഫ് ടോപ്പ് ഓഫ് ഗേറ്റ്സ് മൈനസ് ക്രസ്റ്റ് ലെവൽ. അതായത് പോണ്ട് ലെവൽ മൈനസ് ക്രസ്റ്റ് ലെവൽ. ക്രസ്റ്റ് ലെവൽ ഓൾറെഡി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. ലെവൽ ഓഫ് ടോപ്പ് ഓഫ് ഗേറ്റ്സ് എന്ന് പറഞ്ഞാൽ പോണ്ട് ലെവലാണ്. പോണ്ട് ലെവൽ മൈനസ് ക്രസ്റ്റ് ലെവൽ ചെയ്ത് കഴിഞ്ഞാൽ ഷട്ടറിൻ്റെ ഹൈറ്റ് എത്രയാണ് കൊടുക്കേണ്ടതെന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. ദെൻ പ്രൊട്ടക്ഷൻ എഗെയിൻസ്റ്റ് സ്കോർ, അതായത് അപ്സ്ട്രീം ആൻഡ് ഡൗൺ സ്ട്രീം പൈലിൻ്റെ ലെവൽസ് എത്രയാണ് കൊടുക്കേണ്ടത്. ലെവൽ ഓഫ് ബോട്ടം ഓഫ് അപ്സ്ട്രീം പൈൽ ഈസ് ഈക്വൽ ടു അപ്സ്ട്രീം HFL മൈനസ് 1.5 R. ആ ഫിഗറിന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അതായത് അപ്സ്ട്രീം പൈലിൻ്റെ ബോട്ടം ലെവൽ കൊടുക്കേണ്ടത് അപ്സ്ട്രീം HFL ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്ത അപ്സ്ട്രീം HFL മൈനസ് 1.5 R. സ്കോർ ഡെപ്ത് നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അപ്സ്ട്രീം HFL മൈനസ് 1.5 R ചെയ്ത് കഴിഞ്ഞാൽ ബോട്ടം ലെവൽ ഓഫ് അപ്സ്ട്രീം പൈൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് ഈ ഒരു ഫിഗർ നിങ്ങൾ കറക്റ്റായിട്ട് പഠിച്ച് വെച്ച് കഴിഞ്ഞാൽ ഫിഗർ വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് ഡിസൈൻസ് ഓരോന്നായിട്ട് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ലെവൽ ഓഫ് ബോട്ടം ഓഫ് ഡൗൺ സ്ട്രീം പൈൽ ഈസ് ഈക്വൽ ടു HFL ആഫ്റ്റർ റെട്രോഗ്രഷൻ മൈനസ് 2R. എന്താണ് റെട്രോഗ്രഷൻ? റെട്രോഗ്രഷൻ എന്ന് പറഞ്ഞാൽ ഡൗൺ സ്ട്രീം സൈഡിലുള്ള ഡീഗ്രഡേഷനാണ്. ഡീഗ്രഡേഷൻ ഓഫ് ഡൗൺ സ്ട്രീം റിവർ. അതായത് ഡൗൺ സ്ട്രീം സൈഡിൽ വാട്ടർ ലെവൽ സബ്സൈഡ് ചെയ്യുക, കുറച്ച് താഴും. കണ്ടിന്യൂസ് ആയിട്ടുള്ള ഫ്ലോ കാരണം ഡൗൺ സ്ട്രീം ബെഡെല്ലാം ഡിഗ്രേഡ് ചെയ്യാൻ തുടങ്ങും. അതിൻ്റെ കാരണമായിട്ട് ഡൗൺ സ്ട്രീം സൈഡിലുള്ള വാട്ടർ ലെവൽ HFL താഴും. അപ്പോൾ അതാണ് HFL ആഫ്റ്റർ റെട്രോഗ്രേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ HFL ബിഫോർ കൺസ്ട്രക്ഷനെക്കാട്ടിലും ഒരു 0.5 മീറ്റർ HFL താഴാൻ സാധ്യതയുണ്ട്. അപ്പോൾ ചിലതിൽ ക്വസ്റ്റ്യൻ HFL ആഫ്റ്റർ റെട്രോഗ്രേഷൻ എന്ന് പറഞ്ഞ് ക്വസ്റ്റ്യനിൽ തരും, അല്ലെങ്കിൽ റെട്രോഗ്രേഷൻ്റെ വാല്യൂ ഇത്ര എന്ന് പറഞ്ഞ് ക്വസ്റ്റ്യനിൽ തരും. അതല്ലെങ്കിൽ വി ക്യാൻ അസ്യൂം ആസ് അബൌട്ട് 0.2 to 0.5 മീറ്റർ. 0.2 to 0.5 മീറ്റർ ആണ് റെട്രോഗ്രേഷൻ എന്ന് നമുക്ക് അസ്യൂം ചെയ്യാം. ദെൻ ഡൗൺ സ്ട്രീം സൈഡിലുള്ള ഡൗൺ സ്ട്രീം HFL ഓൾറെഡി നമുക്കറിയാം. ഡൗൺ സ്ട്രീം HFL മൈനസ് റെട്രോഗ്രേഷൻ വാല്യൂ എത്ര ആണോ അത് കാൽക്കുലേറ്റ് കഴിഞ്ഞാൽ ഡൗൺ സ്ട്രീം HFL ആഫ്റ്റർ റെട്രോഗ്രേഷൻ കിട്ടും. അത് മൈനസ് 2R ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡൗൺ സ്ട്രീം പൈലിൻ്റെ ബോട്ടം ലെവൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത്രയാണ് ഡിഫറെൻറ്റ് ലെവൽസ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സ്റ്റെപ്പുകൾ. നെക്സ്റ്റ് നമുക്ക് ഡിസൈൻ ഓഫ് വെയർവാൾ. എങ്ങനെ വെയർവാൾ ഡിസൈൻ ചെയ്യാം? വെയർവാൾ എന്ന് പറയുമ്പം ഫസ്റ്റ് വെയർവാളിൻ്റെ ഡിസൈനിൽ വരുന്നത് ടോപ്പ് വിഡ്ത്ത് ആണ്. ദ ടോപ്പ് വിഡ്ത്ത് ഓഫ് വെയർവാൾ ഈസ് കാൽക്കുലേറ്റഡ് ബൈ കൺസിഡറിങ് ദ ഫോളോയിങ് ക്രൈറ്റീരിയ. 3 ക്രൈറ്റീരിയാസ് കൺസിഡർ ചെയ്യണം. അപ്പോൾ അതിലേതിലാണോ മാക്സിമം ടോപ്പ് വിഡ്ത്ത് വരുന്നത് അതാണ് സെലക്ട് ചെയ്യേണ്ടത്. അതിൽ ഫസ്റ്റ് വൺ, ബൈ കൺസിഡറിങ് സ്ട്രെസ് ക്രൈറ്റീരിയൻ ഓഫ് ദ വെയർ, ടോപ്പ് വിഡ്ത്ത് A ഈസ് ഈക്വൽ ടു D by root rho. ഹിയർ D ഈസ് ദ ഡെപ്ത് ഓഫ് വാട്ടർ ഓവർ ദ ക്രസ്റ്റ് ഓഫ് വെയർ. ഫിഗറിൽ നമ്മൾ നേരത്തെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ആൻഡ് rho ഈസ് ദ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് കോൺക്രീറ്റ്. ഇറ്റ് ഈസ് നോർമലി ടേക്കൺ ആസ് 2.24. Second criteria, by considering safety against sliding, A is equal to D by mu rho. Here mu is assumed as 3 by 2 and we will get A is equal to 3 by 2 into D by rho. Third criteria, by considering width required for crest shutters of height S, A is equal to S plus 1. ഷട്ടേഴ്സ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള വിഡ്ത്ത് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ടോപ്പ് വിഡ്ത്ത് A is equal to S plus 1. ഹിയർ S is the height of the shutter. ഇനി 3 ഇക്വേഷൻസിൽ മാക്സിമം വാല്യൂ ഏതിനാണോ കിട്ടുന്നത് ആ ഒരു ടോപ്പ് വിഡ്ത്താണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. നെക്സ്റ്റ് ബോട്ടം വിഡ്ത്ത്. The bottom width B can be calculated by equating the overturning moment to the resisting moment. To find the moments we shall consider the conditions below. അപ്പോൾ ബോട്ടം വിഡ്ത്ത് കാണണമെങ്കിൽ ഓവർടേണിംഗ് മൊമെൻറ്റിനെ റെസിസ്റ്റിംഗ് മൊമെൻ്റ് ആയിട്ട് ഇക്വേറ്റ് ചെയ്യാം. അപ്പോൾ ഓവർടേണിംഗ് വരുന്ന ഫോഴ്സിനെ റെസിസ്റ്റ് ചെയ്യുന്ന റെസിസ്റ്റിംഗ് മൊമെൻറ്റ്. അപ്പോൾ ഈ 2 മൊമെൻറ്റുകൾ തമ്മിൽ ഇക്വേറ്റ് ചെയ്യുക. എന്നിട്ട് നമുക്ക് ബോട്ടം വിഡ്ത്ത് കാൽക്കുലേറ്റ് ചെയ്യാം. അതിന് 2 കേസസുകൾ നോക്കുന്നുണ്ട്. ഫസ്റ്റ് കേസ്, വെൻ ദ അപ്സ്ട്രീം വാട്ടർ ഈസ് അറ്റ് ദ ക്രസ്റ്റ് ലെവൽ ഓർ അറ്റ് ദ ലെവൽ ഓഫ് ദ ക്രസ്റ്റ് ഷട്ടർ ആൻഡ് ദർ ഈസ് നോ ഫ്ലോ. അതായത് മാക്സിമം സ്ട്രെസ് വരുന്ന കേസാണ്. അപ്സ്ട്രീം സൈഡിൽ
ഷട്ടറിൻ്റെ ടോപ്പ് വരെ വാട്ടർ ഉണ്ട്, അതല്ലെങ്കിൽ ക്രസ്റ്റ് ലെവൽ വരെ വാട്ടർ ഉണ്ട്. ഡൗൺ സ്ട്രീം സൈഡിലേക്ക് ഫ്ലോ ഒന്നുമില്ല, വാട്ടർ ഇല്ല, ഡൗൺ സ്ട്രീം സൈഡിൽ വാട്ടർ ഇല്ല. ആ കണ്ടീഷനിലാണ് മാക്സിമം സ്ട്രെസ് വരുന്നത്. ആ കണ്ടീഷനിലുള്ള ഓവർ ടേണിംഗ് മൊമെൻറ്റും റെസിസ്റ്റീവ് മൊമെൻറ്റും ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബോട്ടം വിഡ്ത്ത് ബി കാണാൻ പറ്റും. ദ ഓവർ ടേണിംഗ് മൊമെൻറ്റ് ഈസ് ഗിവൺ ബൈ m0 is equal to അല്ലെങ്കിൽ mo is equal to w into h plus s all cube divided by 6. Here w is the weight density of water is equal to 9.81 kilonewton per meter cube and capital H നമ്മൾ കണ്ടതായിരുന്നു ഫിഗറിൽ. ആൻഡ് h plus s ഒന്നുകൂടെ കാണിച്ചു തരാം. h is the height of the wear wall and s is the height of the shutter. h plus s നമുക്ക് hs എന്ന് വേണമെങ്കിൽ കൊടുക്കാം. So overturning moment m0 is equal to w into h plus s all cube divided by 6. Here h is the height of the wear wall and s is the height of the shutter. And this is equated to the resistive moment mr is equal to w by 12 into rho plus 1.5 into h plus 2.5 into s all into b square plus a into rho h minus s into b minus half into a square into h plus 3s. അപ്പോൾ ഈ ഒരു വലിയ ഇക്വേഷനാണ്. റെസിസ്റ്റീവ് മൂവ്മെൻറ്റ് ഇതിൽ വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. w is the weight density of water, rho is the specific gravity of concrete and h is the height of wear wall and s is the height of shutter. ഇത്രയും ക്വാണ്ടിറ്റീസ് ആണുള്ളത്. ഇപ്പോൾ ഇതിനെല്ലാം വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. mr is equal to mo ഇക്വേറ്റ് ചെയ്തിട്ട് നമുക്ക് ഫൈൻഡ് ദ വാല്യൂ ഓഫ് ബിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. The above expression is valid when both upstream and downstream slopes are kept equal. അതായത് വെയർവാൾ രണ്ട് സൈഡിലും ഒരേപോലെയാണ് സ്ലോപ്പെങ്കിൽ, നമുക്കറിയാം വെയർവാളിൻ്റെ ഷേപ്പ് രണ്ട് സൈഡിലും ഒരേപോലെ സ്ലോപ്പാണെങ്കിലാണ് ഈ ഇക്വേഷൻ യൂസ് ചെയ്യുന്നത്. ബട്ട് ഇൻ സം കേസസ് അപ്സ്ട്രീം ഫേസ് ഈസ് കെപ്റ്റ് വെർട്ടിക്കൽ. അപ്സ്ട്രീം സൈഡ് ഇങ്ങനെ വെർട്ടിക്കലായിട്ടും ഡൗൺ സ്ട്രീം സൈഡ് സ്ലോപ്പ്ഡ് ആയിട്ടും കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ കേസസിൽ റെസിസ്റ്റീവ് മൊമെൻറ്റ് കാണാനുള്ള ഇക്വേഷനാണ് mr is equal to rho h wh rho divided by 6 into b square plus ab minus a square. അപ്പോൾ ഈ ഇക്വേഷനാണ് യൂസ് ചെയ്യേണ്ടത്. രണ്ട് സൈഡും ഒരേപോലെ സ്ലോപ്പ് ആണെങ്കിൽ മുകളിലത്തെ ഇക്വേഷനും, രണ്ട് അപ്സ്ട്രീം സൈഡിൽ വെർട്ടിക്കലാണെങ്കിൽ ഫേസ് വെർട്ടിക്കലാണെങ്കിൽ ഈ ഇക്വേഷനാണ് യൂസ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് കേസ് 2, when the water is passing over the wear crust and wear is submerged. ജസ്റ്റ് സബ്മേർജ്ഡ് കേസ്. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ, അപ്പോൾ ഇതേപോലെ വെയർ വാളുണ്ട്, മുകളിൽ ഷട്ടറുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിൽ കൂടെ വാട്ടർ ജസ്റ്റ് ഫ്ലോ ചെയ്യുന്നു. ജസ്റ്റ് സബ്മേർജ് വെയർ വാൾ ഇങ്ങനെ സബ്മേർജ് ചെയ്ത പോലെയാണ്. ഡൗൺ സ്ട്രീം സൈഡിൽ ചെറിയ അഫ്ലക്സ് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ഡൗൺ സ്ട്രീം സൈഡിൽ വാട്ടർ ലെവൽ ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ ജസ്റ്റ് വെയർ വാൾ സബ്മേർജ് ചെയ്ത പോലെയുള്ള കണ്ടീഷൻ. അപ്പോൾ ഈ കണ്ടീഷനിൽ എത്രയാണ് ഓവർ ടേണിംഗ് മൊമെൻറ്റ് എത്രയാണ്, റെസിസ്റ്റീവ് മൊമെൻറ്റ് എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. ഇൻ കേസ് 2ൽ ഓവർ ടേണിംഗ് മൊമെൻറ്റ് mo is equal to wh square divided by 2. For maximum value of m0, h is taken corresponding the case when the wear is just submerged. h എന്ന് പറയുമ്പോൾ ഇതിൽ അഫ്ലക്സ് ആയിട്ട് വരും. ആ ഒരു ഡിഫറൻസ് അപ്സ്ട്രീം ലെവലിലെ വാട്ടർ ലെവലും ഡൗൺ സ്ട്രീം സൈഡിലെ വാട്ടർ ലെവലും തമ്മിലുള്ള ഡിഫറൻസ് ആയിട്ട് വരും. Then the moment of resistance with the downstream water at wear crust level and with both phases having same slope is mr is equal to wh into rho minus 1 divided by 12 into b square plus ab. Here a is the top width of the wear wall and b is the bottom width, and w is the weight density of water, capital H is the height of the wear wall, and rho is the specific gravity of concrete. If the upstream face is vertical, then mr is equal to wh into rho minus 1 divided by 12 into b square plus ab minus a square. യഥാർത്ഥത്തിൽ ഒരു എ ബി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഇവിടെ എ ബി മൈനസ് എ സ്ക്വയർ വരുന്ന ഒരു മൈനസ് എ സ്ക്വയർ എന്നുള്ള ടേം കൂടെ വരുന്നുണ്ട്. When the tail water is at the crest, d and h will be equal.
നമ്മൾ നേരത്തെ ഫിഗറിൽ കണ്ടിട്ടുണ്ടായിരുന്നു ഡി ആൻഡ് എച്ച്. ഡി എന്ന് പറഞ്ഞാൽ ഡെപ്ത് ഓഫ് വാട്ടർ ഓവർ ദ ക്രസ്റ്റ് ഓഫ് വെയർ ആണ്. ദെൻ ഈ ടെയിൽ വാട്ടർ എന്ന് പറഞ്ഞാൽ ഡൗൺ സ്ട്രീം സൈഡിലുള്ള വാട്ടർ വെയർ ക്രസ്റ്റിൽ വരുന്ന സമയത്ത്, ഈ ലെവലിൽ വരുന്ന സമയത്ത് ഡിയും ഈ എച്ച് അഫ്ലക്സും രണ്ടും സെയിം ആണ്. അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളൊരു ഇക്വേഷൻ ഉണ്ട്. ദറ്റ് ഈസ് ഗിവൺ ആസ് D is equal to H is equal to Q square divided by 2/3 C all square into 2G all raised to 1/3. Here value of C is taken as 0.58 and Q is the discharge per unit width and G is acceleration due to gravity. അതായത് when the tail water at the crest, അതായത് ഡൗൺ സ്ട്രീം സൈഡിലുള്ള വാട്ടർ ക്രസ്റ്റ് ലെവലാണെങ്കിൽ, അതായത് ഡി എന്ന് പറഞ്ഞാൽ ഡെപ്ത് ഓഫ് വാട്ടർ ഓവർ ദ ക്രസ്റ്റ് ഓഫ് വെയർ ആണ്. ആൻഡ് എച്ച് വിൽ ബി ഈക്വൽ, എച്ച് എന്ന് പറഞ്ഞാൽ അഫ്ലക്സ് ആണ്. അപ്പോൾ ഡിയും എച്ചും ഈക്വൽ ആവും. ഡൗൺ സ്ട്രീം സൈഡിലുള്ള വാട്ടർ ലെവൽ ക്രസ്റ്റ് ലെവലാണെങ്കിൽ ഡിയും എച്ചും ഈക്വൽ ആവും. രണ്ടും കാണാനുള്ള ഇക്വേഷനാണ് ഡി ഈസ് ഈക്വൽ ടു എച്ച് ഈസ് ഈക്വൽ ടു ക്യൂ സ്ക്വയർ ബൈ 2/3 സി ഓൾ സ്ക്വയർ ഇൻറ്റു 2G ഓൾ റൈസ് ടു 1/3. ഈ രണ്ട് കേസസിൽ ബീൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. അതിലേതാണ് മാക്സിമം വാല്യൂ വരുന്നത് അത് സെലക്ട് ചെയ്യാം. നെക്സ്റ്റ്, ഡിസൈൻ ഓഫ് ഇംപെർവിയസ് ആപ്രൺസ്. വെയർവാളിൻ്റെ താഴെ കൊടുക്കുന്ന ഫൗണ്ടേഷൻ, അതിൻ്റെ ലെങ്ത്ത് കാണാനുള്ള ഇക്വേഷൻ ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ ബ്ലൈക്സ് തിയറി. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു ബ്ലൈക്സ് തിയറി. അക്കോർഡിംഗ് ടു ദ ബ്ലൈക്സ് തിയറി, ക്രീപ്പ് ലെങ്ത് ഈസ് ഗിവൺ ബൈ L ഈസ് ഈക്വൽ ടു C ഇൻറ്റു HS. ദെൻ ദ ലെങ്ത് ഓഫ് ഡൗൺ സ്ട്രീം ഇംപെർവിയസ് ആപ്രൺ L1 ഈസ് ഈക്വൽ ടു, for wear crust with shutters L1 is equal to 2.21 C into root of HS divided by 13 in meter, in metric units or in meter. For wear with no crust shutters L1 is equal to 2.21 C into root of H by 10 in metric units. അതായത് ഡൗൺ സ്ട്രീം സൈഡിലുള്ള ലെങ്ത്ത് L1 കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത് കാണാം. ഡൗൺ സ്ട്രീം സൈഡിലുള്ള ഇംപെർവിയസ് ആപ്രൻ്റെ ലെങ്ത്ത് L1 കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷനാണ് L1 ഈസ് ഈക്വൽ ടു 2.21 C ഇൻറ്റു റൂട്ട് ഓഫ് HS ബൈ 13. അതായത് ഫോർ വെയർ ക്രസ്റ്റ് വിത്ത് ഷട്ടേഴ്സ് ഉള്ളതായിട്ടുള്ള, ഷട്ടേഴ്സ് ചില വെയറിൽ ഷട്ടേഴ്സ് ഉണ്ടാവില്ല, ഷട്ടേഴ്സ് ഉള്ള വെയറിനാണെങ്കിൽ L1 കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ ഇതാണ്. ആൻഡ് ഷട്ടേഴ്സ് ഇല്ലാത്ത വെയർസിനാണെങ്കിൽ L1 കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ 2.21 C ഇൻറ്റു റൂട്ട് ഓഫ് H ബൈ 10 ഇൻ മെട്രിക് യൂണിറ്റ്സ്. മെട്രിക് യൂണിറ്റ്സ് മീൻസ് ഇൻ മീറ്റേഴ്സ്. Then length of upstream impervious apron L2 is equal to capital L minus L1 minus B plus 2D1 plus 2D2. Here L2 is upstream length of impervious apron and capital L is total creep length and L1 നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത ഡൗൺ സ്ട്രീം സൈഡിലുള്ള impervious apronൻ്റെ ലെങ്ത് ആണ്. B is the base width of the wear wall and D1 and D2 are the depth of piles, upstream and downstream piles. അപ്സ്ട്രീം പൈലിൻ്റെ ഡെപ്താണ് D1 ആൻഡ് ഡൗൺസ്ട്രീം പൈലിൻ്റെ ഡെപ്താണ് D2 എന്ന് പറയുന്നത്. അപ്പോൾ ടോട്ടൽ ക്രീപ്പ് ലെങ്ത്ത് ക്യാപിറ്റൽ L ആണെങ്കിൽ L2 അപ്സ്ട്രീം സൈഡിലുള്ള L2 നമുക്കിവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത് കാണാം. അപ്സ്ട്രീം സൈഡിൽ ഇംപെർവിയസ് ആപ്രൺ L2. അപ്പോൾ L2 എന്ന് പറയുന്നത് L2 ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ L മൈനസ് L1 മൈനസ് B പ്ലസ് 2D1 പ്ലസ് 2D2. D1 D2ൻ്റെ വാല്യൂ ഒക്കെ നമുക്ക് ഫസ്റ്റ് സ്റ്റേജസ് നിന്ന് കിട്ടും. അപ്പോൾ അത് വെച്ചിട്ട് L2 കാൽക്കുലേറ്റ് ചെയ്യാം. ടോട്ടൽ ലെങ്ത് ഓഫ് ഡൗൺ സ്ട്രീം ആപ്രൺ. ഡൗൺ സ്ട്രീം ആപ്രൺ എന്ന് പറയുന്ന സമയത്ത് ഇറ്റ് ഇൻക്ലൂഡ്സ് ഡൗൺ സ്ട്രീം ഇംപെർവിയസ് ആപ്രൺ, ഇൻവേർട്ടഡ് ഫിൽട്ടർ ആൻഡ് ലോഞ്ചിങ് ആപ്രൺ. ഇത് മൂന്നൂടെ ചേർന്നതാണ് ടോട്ടൽ ലെങ്ത് ഓഫ് ഡൗൺ സ്ട്രീം ആപ്രൺ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഡൗൺ സ്ട്രീം ഇംപെർവിയസ് ആപ്രൺ ഉണ്ട്, അതേപോലെ ഇൻവേർട്ടഡ് ഫിൽട്ടർ ഉണ്ട്, ലോഞ്ചിങ് ആപ്രൺ ഉണ്ട്. അത് മൂന്നൂടെ ചേർന്നതാണ് L3 എന്ന് പറയുന്ന വാല്യൂ. അപ്പോൾ L3 മിനിമം ഇത്രയും കൊടുത്തിരിക്കണം. ദാറ്റ് ഈസ് ദ ടോട്ടൽ ലെങ്ത് ഓഫ് L3 ഓഫ് ഇംപെർവിയസ് ഫ്ലോർ ആൻഡ് ദ ഡൗൺ സ്ട്രീം പെർവിയസ് ആപ്രൺ ഈസ് ഗിവൺ ബൈ ദ ഫോളോയിങ്. ഫോർ ദ വെയർ വിത്ത് ക്രസ്റ്റ് ഷട്ടേഴ്സ് L3 is equal to 18 C into root of HS by 13 into Q by 75. And for wear with no crust shutters L3 is equal to 18 C into root of H by 10 into Q by 75. അപ്പോൾ L3യുടെ വാല്യൂ ഇത്രയും മിനിമം ഇത്രയും വാല്യൂ കൊടുത്തിരിക്കണം. അപ്പോൾ ഇവിടെ HS എന്ന് പറഞ്ഞാൽ ഷട്ടറുള്ള വെയർസ് ആണെങ്കിൽ HS എന്ന് കൊടുക്കും. HS എന്ന് പറഞ്ഞാൽ ഹൈറ്റ് ഓഫ് വെയർ വാൾ പ്ലസ് ഹൈറ്റ് ഓഫ് ഷട്ടർ.
ഷട്ടർ ഇല്ലാത്തതാണെങ്കിൽ നമ്മൾ കൊടുക്കുന്നത് എച്ച് ആണ്, ദാറ്റ് ഈസ് ഹൈറ്റ് ഓഫ് വെയർ വാൾ. ആൻഡ് ക്യൂ ഈസ് ദ ഡിസ്ചാർജ് പെർ യൂണിറ്റ് വിഡ്ത്ത് ആൻഡ് സി ഈസ് കോഎഫിഷ്യൻ്റ് ഓഫ് ക്രീപ്പ്. ക്രീപ്പ് കോഎഫിഷ്യൻ്റ് ആണ്, അത് നോർമലി ഇന്ത്യൻ കണ്ടീഷൻസിൽ നമ്മൾ എടുക്കുന്നത് 12 ആണ്. അത് ബ്ലൈക്സ് തിയറിയിൽ നമ്മളൊരു കോഎഫിഷ്യൻ്റ് ഓഫ് ക്രീപ്പിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു ടേബിളിൽ നിങ്ങൾക്ക് കാണാം. സൗത്തേൺ സൈഡിലേക്ക് സീൻ്റെ വാല്യൂ 12 ആയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് L3 കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ലാസ്റ്റ് ഡിസൈൻ ഓഫ് ഇൻവേർട്ടഡ് ഫിൽട്ടർ ആൻഡ് ലോഞ്ചിങ് apron. The inverted filter consists of 90 to 120 cm thick stones placed on a graded filter of 50 to 75 cm thick. അപ്പോൾ ഇതാണ് ഇൻവേർട്ടർ ഫിൽട്ടർ. ഇത് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്നൊക്കെ നമ്മൾ മുമ്പത്തെ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് അപ്ലിഫ്റ്റ് പ്രഷർ, റിലീവിങ് അപ്ലിഫ്റ്റ് പ്രഷർ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇതിലൂടെ വാട്ടർ ഇത് ഫിൽട്ടർ ചെയ്ത് വിടുന്നുണ്ട്. ഇപ്പോൾ ഇൻവേർട്ടർ ഫിൽറ്ററിൻ്റെ മുകൾ ലെയറിൽ തിക്ക് സ്റ്റോൺസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. 90 cm to 120 cm ആണ് അതിൻ്റെ സൈസ്. അപ്പോൾ അത് പ്ലേസ് ചെയ്തിരിക്കുന്നത് ഒരു ഫിൽട്ടർ ബെഡിലാണ്, ഹാവിങ് തിക്നെസ് ഓഫ് 50 to 75 cm. ദെൻ ഈ ഒരു ഫിഗറിൽ നിന്ന് തന്നെ നമുക്ക് ഇതിൻ്റെ ലെങ്ത്തുകൾ കാൽക്കുലേറ്റ് ചെയ്യാം. ലെങ്ത് ഓഫ് ഡൗൺ സ്ട്രീം ഇൻവേർട്ടഡ് ഫിൽട്ടർ ഈസ് ഈക്വൽ ടു 1.5 d2. ഹിയർ d2 ഈസ് ദ ഡെപ്ത് ഓഫ് ഡൗൺ സ്ട്രീം piles, downstream impervious piles, and length of downstream launching apron is equal to 2.5 d2. അതേപോലെ തന്നെ അപ്സ്ട്രീം സൈഡിലും ലെങ്ത് ഓഫ് അപ്സ്ട്രീം ഫിൽട്ടർ മീഡിയ ദാറ്റ് ഈസ് ഈക്വൽ ടു d1 and length of upstream launching apron is equal to 2 into d1. Here d1 is the depth of upstream pile. അപ്പോൾ ഈ ഒരു റിലേഷൻ വെച്ചുകൊണ്ട് നമുക്കിതിൻ്റെ ലെങ്ത്ത് കാൽക്കുലേറ്റ് ചെയ്യാം. മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ L3 കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് L3 ആണ് മിനിമം ലെങ്ത്ത് കൊടുക്കേണ്ടത്. L3യുടെ വാല്യൂ ഇപ്പോൾ L1 പ്ലസ് 1.5 d2 പ്ലസ് 2.5 d2 സമ്മ് ചെയ്യുന്ന സമയത്ത് L3നെക്കാട്ടിലും കുറവാണെങ്കിൽ ആ ഒരു വാല്യൂ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. L3യുടെ വാല്യൂ ആണ് അക്സെപ്റ്റ് ചെയ്യേണ്ടത്. ആ സമയത്ത് നമുക്ക് ഈ രണ്ടിൻ്റെയും ലെങ്ത്ത് അഡ്ജസ്റ്റ് ചെയ്യാം. 1.5 d2നെക്കാട്ടിൽ കൂടുതൽ എടുക്കാം, അതേപോലെ 2.5 d2നെക്കാട്ടിലും കൂടുതൽ എടുക്കാം. രണ്ടും അഡ്ജസ്റ്റ് ചെയ്തെടുത്തിട്ട് മിനിമം ലെങ്ത്ത് L3 വരുന്ന രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യണം. The length of downstream inverter filter is equal to 1.5 d2 and length of downstream launching apron is equal to 2.5 d2 and length of upstream launching apron is equal to 2 d1. Length of upstream inverted filter is equal to d1. അപ്പോൾ ഈ ഒരു ലെങ്ത്ത് കറക്റ്റ് വരണമെന്നില്ല. ബേസ്ഡ് ഓൺ ദ ടോട്ടൽ ലെങ്ത്ത് ആണ് വരുന്നത്. ഡൗൺ സ്ട്രീം സൈഡിൽ ടോട്ടൽ ലെങ്ത്ത് L3യുടെ വാല്യൂവിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് ലെങ്ത്ത് ഓഫ് ഇൻവെർട്ടർ ഫിൽറ്ററും ലെങ്ത്ത് ഓഫ് ലോഞ്ചിങ് ആപ്രോണും ചേഞ്ച് ചെയ്യാം. ഇത്രയാണ് ഡിസൈൻസ് വരുന്നത്. അപ്പോൾ ഈ ഒരു പോർഷൻസ് നിന്ന് ചോദിച്ചിരിക്കുന്ന യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസ് 2019 മെയിൽ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. റൈറ്റ് ഡൗൺ ദ പ്രൊസീജിയർ ഫോർ ദ ഡിസൈൻ ഓഫ് വെർട്ടിക്കൽ ഡ്രോപ്പ് വെയർ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തത്, ഇക്വേഷൻസ് എടുക്കുക, അതിൻ്റെ പ്രൊസീജിയർ ചെയ്ത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എഴുതുക. ടോട്ടൽ മാർക്ക് 6 മാർക്കാണുള്ളത്. അപ്പോൾ വളരെ ചുരുക്കിയായിട്ട് സ്റ്റെപ്പുകൾ എഴുതുക. ദെൻ ഒരു പ്രോബ്ലം ചോദിച്ചിട്ടുണ്ട് ഡിസംബർ 2019 7 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. കാൽക്കുലേറ്റ് ദ ലെങ്ത് ഓഫ് വാട്ടർ വേ, റിജൈംസ് കോർ ഡെപ്ത് ആൻഡ് ദ ടോട്ടൽ എനർജി ലെവൽ അറ്റ് ദ അപ്സ്ട്രീം ഓഫ് ദ വെർട്ടിക്കൽ ഡ്രോപ്പ് വെയർ for the following data. Maximum flood discharge is equal to 2600 cumex and HFL before construction equal to 290 meter. Minimum water level is equal to downstream bed level is equal to 283. FSL of canal is equal to 289 meter and allowable flux is equal to 1 meter and F is equal to 1. അപ്പോൾ ഡാറ്റാസൊക്കെ തന്നിട്ടുണ്ട്. ഇത് വെച്ചിട്ട് ഫുള്ളായിട്ട് ഡിസൈൻ ചെയ്യാൻ ചോദിക്കുന്നില്ല. ലെങ്ത് ഓഫ് വാട്ടർ വേ L കാണാൻ ചോദിക്കുന്നുണ്ട്. അതേപോലെ റിജൈൻസ് കോർ ഡെപ്ത് R കാണാൻ ചോദിക്കുന്നുണ്ട്. അതേപോലെ ടോട്ടൽ എനർജി ലെവൽ അറ്റ് ദ അപ്സ്ട്രീം സൈഡിൽ TL കാണാൻ ചോദിക്കുന്നുണ്ട്. അതേപോലെ അത്രയും കാര്യങ്ങൾ മാത്രമേ ചോദിച്ചു. ഈ 3 കാര്യങ്ങൾ മാത്രമാണ് ചോദിച്ചത്. 7 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. വളരെ സിമ്പിളാണ്. ഡയറക്റ്റായിട്ട് ഇക്വേഷൻസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി.